ഹലോ നമസ്കാരം. ഞങ്ങൾ ഇന്ന് 4 ദിവസത്തേക്കുള്ള വെല്ലിംഗ്ടൺ ട്രിപ്പിലാണ്. ഓരോരോ ദിവസം നമുക്ക് ഓരോന്നോരോന്നായി കവർ ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് ഇപ്പം വെല്ലിംഗ്ടണിലേക്കുള്ള യാത്രയിലാണ്. ടോപ്പ് പോയിന്റ് തുടങ്ങി വെല്ലിംഗ്ടണിലേക്ക് 4.5 മണിക്കൂറുണ്ട് ഞങ്ങൾക്ക്. സോ ഞങ്ങൾ ആ യാത്രയിലാണ്. യാത്ര ഇവിടുന്ന് തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയായിട്ട് വെല്ലിംഗ്ടണിൽ കാണാം. സീ യു. അങ്ങനെ ഞങ്ങൾ വെല്ലിംഗ്ടൺ എത്താറായിരിക്കുമ്പോൾ നല്ല കനത്ത മഴ, പക്ഷെ നല്ല അടിപൊളി സ്റ്റണ്ണിങ് വ്യൂ. വാവ്, നല്ല ഹൈറ്റുള്ള മലനിരകൾ, അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മുടെ എക്സ്പ്രസ് വേ പോവുകയാണ്. അടിപൊളി. വണ്ടി സ്റ്റീവിൻ്റെ വണ്ടിയാണ് പോകുന്നത്. ആ ലൈറ്റ് കാണുന്ന സ്റ്റീവിൻ്റെ വണ്ടിയാണ്. നല്ല കിടുക്കാച്ചി യാത്ര. പൊളിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ 2-3 സ്ഥലത്ത് നിർത്തി. അപ്പോഴൊക്കെ ലൈറ്റ് മഴയുണ്ടായിരുന്നു. പിന്നെ വീഡിയോ എടുക്കാൻ മടി കാരണം എടുത്തില്ല. ഇത് അടിപൊളി, ഒന്നും പറയാനില്ല, കിടുക്കാച്ചി. അങ്ങനെ ഞങ്ങൾ ടോപ്പോയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സ്ഥലം മാറി വന്ന വിവിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ സ്റ്റേ ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി സ്റ്റേ വിവി ഞങ്ങൾക്ക് ഓഫർ ചെയ്തായിരുന്നു. ഞാൻ വിവിൻ്റെ അടുത്ത് അന്വേഷിച്ചാണ് എങ്ങനെ ഇവിടെയൊക്കെ കറങ്ങാൻ പറ്റുന്ന സ്ഥലമുള്ളതെന്ന്. അങ്ങനെ അന്വേഷിച്ചപ്പോൾ വിവിൻ പറഞ്ഞു ഇവിടെ സ്റ്റേ ചെയ്തോളാം. ഇതാണ് വിവിൻ്റെ വീട്. മൊത്തത്തിൽ നിന്ന് കത്തുവാണ് വീട്. ഞങ്ങൾ വെല്ലിംഗ്ടണിലെ ഫേമസ് ആയ കേപ്പ് പലൈസറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കുള്ള സ്പെക്ടാക്കുലർ വ്യൂ അതാണ് കാണുന്നത്. മുന്നിൽ മലനിരകൾ, അതിമനോഹരമായ മലനിരകൾ. അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ അതിൻ്റെ ഓരം ചേർന്ന് വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നല്ലൊരു വ്യൂ. നമുക്കിത് പോകുമ്പോൾ അത് ഏത് സ്ഥലം നമുക്ക് കമ്പയർ ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല. ആ ഒരു രീതിയിലുള്ള സ്ഥലം പുതിയതായിട്ട് നമ്മൾ കാണുന്നതാണ്. ഈ ഒരു പ്രത്യേകതരം നേച്ചർ, ഫുള്ള് കാടാണ്. ഇതാണ് ന്യൂസിലാൻഡിൻ്റെ നേറ്റീവ് ഫോറസ്റ്റ്. ഇവിടെ പുറത്തുനിന്ന് വന്ന മരങ്ങളൊന്നുമില്ല. എല്ലാം ന്യൂസിലാൻഡിൽ എന്താ പറയുക, ന്യൂസിലാൻഡ് ഉണ്ടായ കാലം മുതലുള്ള മരങ്ങൾ, ആ നേറ്റീവ് ഫോറസ്റ്റാണിത്. സോ വളരെ മനോഹരമായൊരു സ്ഥലമാണ്. ഗ്രീനിഷ്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇവിടെ ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു. എന്താ പറയുക, ഒരു വ്യൂ പോയിന്റ്. ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുക. ഇതിൻ്റെ പേരെന്തോടി ഈ വ്യൂ പോയിന്റിൻ്റെ? എന്താ റെമുറ്റാക്ക പോലും ക്രോസിങ്, അങ്ങനെ എന്താ കണ്ടാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഓ മൈ ഗോഡ്, ഇതാണ് വാലി. ഈ കാണുന്ന വാലിയാണ് ആ വാലി. കുറച്ച് ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. ഇതിന്റെ ഒരു മിനി വേഷനാണ് ഞങ്ങളുടെ പേരുമേട് കുട്ടിക്കാനം. ഇടുക്കിക്കാരിയാ പുള്ളിക്കാരത്തി. അപ്പോൾ ഇടുക്കിനെ വിട്ടിട്ട് ഒരു കളിയില്ല. അത് ചെറിയ ലോക്കൽ പരിപാടികളൊക്കെ ആണെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്ത് കറങ്ങടിച്ച് കിടക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇതൊരു സമയം കൊല്ലിയാകാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ കേപ്പ് പലൈസറിലേക്ക് പോകുമ്പോൾ നല്ല ദൂരമുണ്ട്. എന്തായാലും 1.5 മണിക്കൂർ ദൂരമുണ്ട് ഇവിടുന്ന്. അങ്ങനെ ഞങ്ങൾ കേപ്പ് പലൈസറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 30 കിലോമീറ്ററേ ഉള്ളൂ. അങ്ങ് ദൂരെ വർണ്ണശബളമായ കടൽ പല കളറിൽ കാണുന്നുണ്ട്. അതായത് നേവി കളറുണ്ട്, ഡാർക്ക് നേവി, പിന്നെ ഒരു എന്താ പറയുന്നത്, എന്തൊക്കെ കളർ പറഞ്ഞത്, പിന്നെ ഒരു സാൻഡ് കളറ്, അടിപൊളി അക്വാ കളർ. അടിപൊളി. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒരു സർപ്രൈസ് ഉണ്ട്. അത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായ വഴിയിലൂടെ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും മടുക്കില്ലാത്ത ഡ്രൈവാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. Why is the water so clear? So clear.
മിനിറ്റ്, അതായത് 4 കിലോമീറ്റർ കൂടെ ഉള്ളൂ പോകാൻ വേണ്ടി. സ്ഥലം നോക്കി അടിപൊളി. ഇവിടെ ഒരു നമുക്കൊരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് ഇതിലെ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ആ സർപ്രൈസ് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ ഇല്ല, ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ അടിപൊളി, നല്ല പ്രത്യേകതരം സ്ഥലം, ഒരു പ്രത്യേകതരം സ്ഥലം. ഇവിടെയൊക്കെ കടൽ കയറി കിടപ്പുണ്ട്. കടൽ കയറുന്നാന്ന് തോന്നുന്നു. കാരണം ഇതിലെ കൂടെയൊക്കെ തിരയടിച്ച ഇത് കാണാം. അപ്പം ഇത്രയും ഹൈറ്റ് കടൽ കയറങ്ങി അത് വല്ലാത്ത കയറ്റമായിരിക്കും. നൈസ്. റിയലി സ്കേറി റോഡ്. മണ്ണൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. മണ്ണൊക്കെ നന്നായിട്ട് ഇടിഞ്ഞു പോയിട്ടുണ്ട്. കല്ല് വീഴുന്ന റോഡാണ്. മണ്ണിടിഞ്ഞു വീഴുന്ന റോഡാണ്. അഡ്വഞ്ചറസ്. ഇതിന് ചുറ്റുമുള്ള കടല് മൊത്തത്തിൽ എന്താ പറയുക, കളറ് മാറിക്കിടക്കാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് കുറേ പുഴകൾ ഒഴുകി ചെല്ലുന്നുണ്ട്. പുഴയല്ല, ചെറിയ ചെറിയ തോടുകൾ. ആ തോട്ടിൽ കലക്ക വെള്ളമാണ്. ആ കലക്ക വെള്ളമാണ് കടലിനെ കലക്കിയിട്ടിരുന്നത്. ഇവിടെ ആൾതാമസമൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇൻ കേസ് എങ്ങാനും ബ്ലോക്കായി പോയാൽ ഈ മണ്ണിടിഞ്ഞ റോഡ് തീർന്നു. പിന്നെ ഇവരുടെ കാര്യം കട്ടപ്പുകയായിരിക്കും. പിന്നെ ഇവർക്ക് ഫുഡും സാധനങ്ങളും അങ്ങനത്തെ ഒക്കെ വേണമെങ്കിൽ ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടിയാണ്. പക്ഷെ പെട്ടെന്ന് ഒരാൾ 2 ദിവസത്തെ ടൂറിന് വരുമ്പോൾ അടിപൊളി സ്ഥലമാണ്. നല്ല സെറ്റാണ്. 500 മിനിറ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ അറൈവ് ആവും. ഇതിന്റെ അപ്പുറത്തെ സൈഡിലാണ് അറൈവ് കാണിക്കുന്നത്. കടലിന്റെ തീരത്തോടെ ഇങ്ങനെ പോവുകയാണ്. ഒരു പ്രത്യേകതരം ജിയോഗ്രാഫിയാണ് ഇവിടെ. ജിയോഗ്രാഫി ജിയോതെർമൽ ആക്ടിവിറ്റീസ് അങ്ങനെ കേട്ടിട്ടില്ലേ? അതൊക്കെ തന്നെയാണ്. ഭൂമിശാസ്ത്രം. ഭൂമിയുടെ ഘടന ഇവിടെ വളരെ വ്യത്യസ്തമാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു പ്രത്യേകതരം സ്ഥലവും പ്രത്യേകതരം സാഹചര്യവുമാണ്. ഇവിടെ ഒരു പ്രത്യേകതരം രസമുണ്ട് കാണാൻ. നല്ല രസമുണ്ട്. നമ്മള് ഇതിലേക്കൂടെ ഇങ്ങനെ പോകുമ്പോഴേ കാരക്കോറം മലനിരകളില്ലേ, അതിലേക്കൂടെ പോകുന്നൊരു ഫീലുണ്ട്. സത്യമായിട്ടും അങ്ങനെ ഇതാണ് സർപ്രൈസ്. സർപ്രൈസ് ഇതാണ്ട് ഇവിടെ കിടപ്പുണ്ട്. ഇതാണ് സർപ്രൈസ്. കുടൽ പന്നി. ഇല്ല, പന്നേ ഉള്ളൂ. ഹായ്. മടിയാടാ. ഇതാണ്ട് അത് തലയാഴ്ച കടന്ന് ഉറങ്ങുന്നു. നല്ല വലുപ്പം. അതാണ്ട് ഇതാണ്ട് അവിടെ ഒന്ന് ഇതാണ്ട് വെള്ളത്തിൽ കൂടെ ഇതാണ്ട് നീന്തി വരുന്നു. ലിയൻ അങ്ങോട്ടൊക്കെയാ വരുന്നേ. ഇതാണ് സീലുകൾ കിടക്കുന്ന സ്ഥലം. ഇവിടെ ഏതെങ്കിലും കല്ലിൻ്റെ അടിയിൽ കൂടെ ഒക്കെ കയറി കിടപ്പുണ്ടാവും. ഞാനിത് ഇവിടെ ഒരു കല്ലിൻ്റെ മേലെ നിൽക്കുന്നത്. ഹൈ റിസ്ക്കാണ്.
ഈ സീൽ എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. കടിക്കുമോ അതോ ഓടിച്ചിട്ട് അറ്റാക്ക് ചെയ്യുമോ കയറി വരുമോ ഇതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടേ അതിൻ്റെ കുറച്ചും കൂടെ അടുത്തേക്ക് പോകാനുള്ള ധൈര്യക്കുറവുണ്ട്. അവിടെ നിന്ന് ദാണ്ടെ വന്ന് നോക്കുന്നു. എടാ കുറച്ചങ്ങ് വിട്ടോ, പിള്ളേരെ കൊണ്ട് പോയ പുറത്ത് പോയടി. എടി പിള്ളേരെ കൊണ്ട് അപ്പുറം കയറിക്കേ. എടി പിള്ളേരെ കൊണ്ട് പോടി, പോടാ. നല്ല പല്ലാണ്. ഇമാരെന്തായിരിക്കും മീനായിരിക്കുമല്ലോ കഴിക്കുന്നത്. കടൽപ്പന്നി. ഇമാരിങ്ങനെ ശരീരമൊക്കെ ഉണക്കിയിട്ട് ഇപ്പോൾ അപ്പുറം നിൽക്കുന്ന ചങ്ങായിൻ്റെ ആദ്യം കണ്ടോ കയറിയപ്പോൾ കറുത്ത കളറായിരുന്നു. ഇപ്പോൾ എൻ്റെ തലയിലെ രോമമൊക്കെ ഒന്ന് ഇതായി വരുന്നുണ്ട്, ഉണങ്ങി വരുന്നുണ്ട്. 2 കുടയിലൊക്കെ കുടഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് ഉണങ്ങി. ഈ ചങ്ങായി ഫുള്ളി കിടന്ന് ഉണക്കാൻ വേണ്ടി കിടക്കുന്നതാണ്. ഇതാണ് ഫർ സീൽ. മീശയ്ക്ക് എന്നൊക്കെ നല്ല കൊമ്പം മീശയാണ്. ചിലപ്പോൾ പാവം ജന്തുക്കളായിരിക്കും. അതൊക്കെ ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും ചെമ്പൻ. പിള്ളേരെ കൊണ്ട് എന്താ കലാപരിപാടി ഇവിടെ കാണിക്കുക. കൈയെല്ലാം പൊക്കി പിടിച്ച് നിൽപ്പുണ്ട്. ഫോട്ടോ എടുക്കുക. ഈ വെള്ളം കലങ്ങി കിടക്കുന്നതിനുള്ള കാരണം അതാണ്. അവിടെ വെള്ളം കലക്കുന്നത് അങ്ങനെ ഞങ്ങൾ കേപ്പ് അലൈസറിൻ്റെ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ എത്താറായി. അങ്ങ് ദൂരെ ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും. വളഞ്ഞ് പോകുന്ന ഒരു റോട്ടാണ്. നല്ല രസമുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. ന്യൂസിലാൻഡ് ഈസ് നോൺ ആസ് ഇതിൻ്റെ പേര് എന്താ അറിയപ്പെടുന്നത്? ദ ലാൻഡ് ഓഫ് ലോങ് വൈറ്റ് ക്ലൗഡ്. സോ ആ ലാൻഡ് ഓഫ് ലോങ് വൈറ്റ് ക്ലൗഡിൻ്റെ മാവോറി പേരാണ് അറ്റിയാറോവ. ഐറ്റോറ എന്നാണോ? ഐറ്റോറോവ. ഞാൻ പറഞ്ഞ കറക്റ്റ്. ഔട്ടിയറോവ. കുട്ടൂസ് നോസ് ദാറ്റ് വെരി വെൽ. സോ ഐറ്റോറോവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ലാൻഡ് ഓഫ് ലോങ് വൈറ്റ് ക്ലൗഡ്. സോ ന്യൂസിലാൻഡിൻ്റെ വേറൊരു പേരാണത്, ഐറ്റോറോവ. ആക്ച്വലി ന്യൂസിലാൻഡ് എന്നും ഐറ്റോറോവ എന്നുമാണ് ഇവരെ മെൻഷൻ ചെയ്യുന്നത്. കാരണം ന്യൂസിലാൻഡിന് 2 ലാംഗ്വേജാണുള്ളത്. ഒന്ന് മാവോറി ലാംഗ്വേജും പിന്നെ ഇംഗ്ലീഷും. ഇവിടെ കംപ്ലീറ്റ്ലി വാഷ് ഔട്ട് ആയതാണ് റോഡ്.
the down. See your left side. See your right side. There's a lot of seagull. Seagull are sitting. Oh my gosh. Spectacular view. This is what. Look at the best. It's the village of it's the village of seagulls. Caution seals. Wow. The seals. Wow. There's one more. അതല്ല സീലൊക്കെ ഇഷ്ടം പറ്റി ഇതാണ്ടല്ലേ 10 സീൽ കിടക്കുന്നുണ്ടോ പിന്നെ Look at that island. Island. Now look at Gigi. ഇത് റിസോർട്ട് മേഘം കളി ഇന്ന് ഫുൾ കവേർഡ്. Eagle. Oh my tooth is bleeding. Which one? Someone help, my tooth is bleeding. ഇതിന്റെ സീൽ കോളനി ആയിരിക്കും ഇത്. എന്നടാ മുത്ത പല്ല ചോര വരുന്നോ? You have to wiggle because that's your new tooth. No. Okay, then you Wait a minute. Take a tissue. get it off. നീ കടിച്ചോ? Huh? Yeah. Oh yeah, no. You okay? Okay. നിന്റെ പല്ല് പുറത്ത് വന്നാ? And പിന്നെ? children. Okay. It's very loose. Is it? The lot of seals. Wow, a lot of seals. വെള്ളത്തിൽ മെത്തഡ് Wow. and see that right അവന് നോക്കുക. You can keep it like that. നമുക്ക് അറിയ ടൈം Huh? You still want to? No, go. അങ്ങനെ കേപ്പലൈസറിന്റെ ചോട്ടി വന്നിരിക്കുകയാണ്. ഇതാണ് സാധനം സെറ്റപ്പ്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ചോട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ കുറേ ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ. ഒരു ഓഫ് റോഡ് വണ്ടി, പൊളി നൈസ് വണ്ടി. ടോയ്ലറ്റൊക്കെ ഉണ്ട്. ടോയ്ലറ്റിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കേപ്പലൈസറിലേക്ക് പോകുന്ന ലിയ. കാറ്റെടുക്കണ്ട. 250 സ്റ്റെപ്പോ അങ്ങനെ എന്താ കണ്ടാണ് ഉള്ളത്. ഇതിലൊക്കെ കയറുന്നുണ്ടല്ലോ. ഇത് നേരെയുള്ള കുത്തനുള്ള കയറ്റാ. അവിടെ ഒരു കുരിശൊക്കെ കൊണ്ട് നാട്ടിയിട്ടുണ്ട്. കുരിശുമല ഇത്. തൊപ്പി താഴെ വീഴുന്നു. നേരെ കുത്തനുള്ള കയറ്റാ. ഇവിടെ നിങ്ങനെ ഒരു സ്റ്റെപ്പ് താഴേക്ക് പോയാൽ തീർന്നു. അല്ല ശിവിനെ, നീങ്ങാനോ ശിവി നീങ്ങാനോ വീഴുന്നെങ്കിലേ എൻ്റെ അവസ്ഥ നീ ആലോചിച്ചേക്ക്. നിനക്കൊന്നും പറ്റിയതാ. എൻ്റെ എല്ലാം വരും. ഓടാ ഇതിനെക്കാട്ടും മേലേക്ക് വരുമ്പോൾ നേരെ കോവണി വെച്ചാലാണ്. ഓടി എന്താണ് സംഭവം? അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് പിന്നെ മേൽവശത്തി താഴെ കാണുന്ന വ്യൂ അടിപൊളി. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അവിടെ കടൽ. അങ്ങനെ അതിൻ്റെ മേലെത്തിയിരിക്കുകയാണ്. വന്ന വഴി. വാവ്, നൈസ്. കണ്ടോ ആച്ചി? അടിപൊളി.
അങ്ങനെ കേപ്പലൈസർ കീഴടക്കിയിരിക്കുകയാണ്. എത്ര സ്റ്റെപ്പടി? 200. ഇതാണ് എൻ്റെ ചുറ്റുപാട്. പുറത്തേക്ക് ഇറങ്ങാൻ മാർഗം. ആർത്തിരമ്പെന്ന കടല്, തണുത്ത കാറ്റില്, നമുക്കത്താ ദൂരത്ത് കടല്. എൻ്റെ അങ്ങേ തലകിൽ ഒന്നുമില്ല. ഇതാണ് ഇവിടുത്തെ ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസിലേക്ക് എൻട്രിയും പരിപാടിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അടുത്തവരുടെ ഇവിടെ ശ്രദ്ധിക്കുമ്പോഴേക്കും ഇവിടെ ഇത്തരത്തിൽ ജസ്റ്റ്